ഹായ് എവരി വൺ. എംസാറ്റ് അതുപോലെ തന്നെ STSCയിലുള്ള ക്ലാസ് 8ലുള്ള ബയോളജിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ ചെയ്യുന്നത്. അപ്പോൾ എനിവേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ എംസാറ്റിൽ ചോദിച്ചിട്ടുള്ള ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. അത് ഈവൻ STSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സ് അതുപോലെ തന്നെ ആ റിലേറ്റഡ് ഏരിയാസ് ഒക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എംസാറ്റ് കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ആർട്ടിക് റീജിയനിലേക്ക് പ്രത്യേകമായി എംസാറ്റുകാർ പോയിട്ടുണ്ട്. അപ്പോൾ എംസാറ്റിലെ കുറേ ക്വസ്റ്റ്യൻസ് അത്തരത്തിലുള്ള ഒരു 4ഓളം ക്വസ്റ്റ്യൻസ് ആ രൂപത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കത് ആ ക്വസ്റ്റ്യൻസ് മൊത്തത്തിലൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ഇസ് നോട്ട് മെൻഷൻ ആസ് ലിവിങ് ഇൻ ആർട്ടിക്, അല്ലെ ആർട്ടിക് റീജിയനിൽ ഉള്ളതല്ലാത്ത പിന്നെ ആനിമൽ ഏതാണ് എന്നുള്ളതാണ്. പോളാബിയർ, ആർട്ടിക് ഫോക്സ്, അതുപോലെ തന്നെ പെൻഗ്വിൻസ്, സീൽസ്. നമുക്കറിയാം പോളാബിയർ ഒബ്വിയസ്ലി നമുക്ക് ആർട്ടിക്കിൽ ഉള്ളതാണെന്ന് പറയാൻ പറ്റും. ആർട്ടിക് ഫോക്സസ് ആ പേരിൽ തന്നെ ഉണ്ട്. സീൽസും എന്താണ് ആർട്ടിക് റീജിയനിലാണ്. പക്ഷേ പെൻഗ്വിൻസ് അത് അന്റാർട്ടിക്ക അല്ലെങ്കിൽ ആ ഒരു റീജിയനിലാണ്. പിന്നെ സൗത്ത് പോളിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, പെൻഗ്വിൻസിനെ കാണാൻ സാധിക്കുക. നോർത്ത് പോളിലുള്ള പിന്നെ ഓർഗാനിസംസ് ആണ് അല്ലെങ്കിൽ അവിടെ കാണുന്ന പിന്നെ ജീവികളാണ് പോളാബിയേഴ്സും അതുപോലെ തന്നെ ആർട്ടിക് ഫോക്സസും അതുപോലെ തന്നെ സീൽസും ഒക്കെ. ഓക്കെ, അപ്പോൾ അത് ആർട്ടിക് റീജിയനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ചോദ്യം സെയിം ആർട്ടിക് റീജിയനായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ ആർട്ടിക് റീജിയൻ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ളത് ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് ആയിട്ടാണ്, അല്ലേ? അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ മേജർ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഇൻ ആർട്ടിക്? ആർട്ടിക് റീജിയനിൽ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് എന്താണ് പ്രധാന പ്രശ്നം? ഗ്രോത്ത് ഓഫ് ഫോറസ്റ്റ്, അവിടെ ഫോറസ്റ്റ് വളരും എന്നാണോ? അതേപോലെ തന്നെ മെൽറ്റിംഗ് ഓഫ് ഐസ് ഷീറ്റ്, അതുപോലെ തന്നെ ദ റൈസ് ഓഫ് ന്യൂ ആനിമൽ സ്പീഷീസ്, ദ ഇൻക്രീസ് ഇൻ സൺലൈറ്റ്. ഏതാണ്? ഒബ്വിയസ്ലി ഏറ്റവും പ്രധാനപ്പെട്ട കോൺസിക്വൻസ് ആണ്, മേജർ കോൺസിക്വൻസ് ആണ് ചോദ്യം. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ദ മെൽറ്റിംഗ് ഓഫ് ഐസ് ഷീറ്റ്, അല്ലേ? ആർട്ടിക് റീജിയനിലും ഐസ് മെൽറ്റ് ചെയ്യുകയും ബാക്കിയുള്ള സ്ഥലത്ത് വെള്ളം കൂടുകയും അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതാണ് ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ പറയാറുള്ളത്. സോ ഒബ്വിയസ്ലി അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഹൗ ലോങ് ഹാവ് ഇൻഡിജിനിയസ് പീപ്പിൾ സച്ച് ആസ് ഇനുട്ട് ലിവിങ് ഇൻ ആർട്ടിക്, അല്ലേ? എത്ര കാലമായി എന്നുള്ളതാണ്. ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ആണോ, ഫ്യൂ ഡെക്കേഡ്സ് ആണോ, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആണോ, ഫ്യൂ മന്ത്സ് ആണോ? നമുക്ക് ഒബ്വിയസ്ലി പറയാൻ സാധിക്കും തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് അവരവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? നമുക്ക് ആർക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു ദ ഐസ് ഷീറ്റ് ഇൻ ദ ആർട്ടിക് ഹെൽപ്പ് ടു ഡു? അതായത് എന്താണ് ആർട്ടിക് റീജിയനിലുള്ള ഐസ് ഷീറ്റ് എന്താണ് നമുക്ക് ഹെൽപ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രൊവൈഡ് ഫുഡ് ഫോർ ആനിമൽസ് ആണോ? അല്ല. റിഫ്ലക്ട് സൺലൈറ്റ്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആർട്ടിക്കിലുള്ള ഐസ് ഷീറ്റ് മെൽറ്റ് ആയാലാണ് ടെമ്പറേച്ചർ കൂടുക, അല്ലാതെ ഐസ് ഷീറ്റ് കൊണ്ടുള്ള ഉപകാരമല്ല ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അട്രാക്ട് ടൂറിസ്റ്റ്, അതുമല്ല. നമുക്കറിയാം റിഫ്ലക്ട് സൺലൈറ്റ്, അല്ലേ? ആർട്ടിക് റീജിയനിലുള്ള ആ ഐസ് ഷീറ്റ് എന്ത് ചെയ്യും? സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും. ദ ഐസ് ഷീറ്റ് ഇൻ ആർട്ടിക് റിഫ്ലക്ട് ദ സൺലൈറ്റ് ബാക്ക് ഇൻ ടു ദ സ്പേസിലേക്ക് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. വിച്ച് ഹെൽപ്പ് റെഗുലേറ്റ് എർത്ത് ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് എർത്തിൻ്റെ ടെമ്പറേച്ചർ കുറക്കാൻ അത് സഹായിക്കും. വെൻ ദീസ് ഐസ് ഷീറ്റ് മെൽറ്റ് ലെസ് സൺലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. ഇത് മെൽറ്റായി പോയാൽ എന്ത് ചെയ്യും? കുറച്ച് സൺലൈറ്റ് മാത്രമേ റിഫ്ലക്ട് ചെയ്യപ്പെടുകയുള്ളൂ. ലീഡിങ് ടു മോർ ഹീറ്റ് അബ്സോർപ്ഷൻ ആൻഡ് ഫർദർ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതായത് എർത്ത് എന്ത് ചെയ്യുന്നു? സൺലൈറ്റ് എർത്തിലേക്ക് എത്തുന്നു, അത് റിഫ്ലക്ട് ചെയ്ത് ഈ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഇതൊക്കെ എന്ത് ചെയ്യും? ആ ഒരു ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് റേഡിയേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? മൊത്തത്തിലുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത്. അങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് എത്തുന്നത്, അല്ലേ? അപ്പോൾ ആ ഗ്ലോബൽ വാർമിങ്ങിലേക്ക് എത്താൻ കാരണം എന്താണ്? കൂടുതൽ ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട് അത് ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നത്. പക്ഷേ ഐസ് ഷീറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ സൺലൈറ്റിനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആർട്ടിക് റീജിയനായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് വന്നിട്ടുണ്ട്. ബാക്കി പിന്നെ ബയോളജിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ചെയ്ത് നോക്കാം, നമ്മളെല്ലാവരും ഒന്ന് പോസ് ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ദ ഡിസീസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഈസ്. പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്, അല്ലേ? ഇത് വളരെ സിമ്പിളാണ്, കിട്ടുന്നുണ്ടോ നോക്കുക. ടൈഫോയിഡ്, മലേറിയ, ഡെങ്കി, പോളിയോ. ഏതായിരിക്കും പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന ഡിസീസ്? നമുക്ക് ഒബ്വിയസ്ലി പറയാൻ സാധിക്കും പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പീഷീസ് തന്നെ ഉണ്ട്, അല്ലേ? ഇറ്റ് ഈസ് മലേറിയ ആണ് പ്ലാസ്മോഡിയം കോസ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോയാണ്. അത് ബാക്ടീരിയോ, വൈറസോ പിന്നെ ഫംഗസോ ഒന്നും അല്ല, ഒരു പ്രോട്ടോസോയാണ്.
ആ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോയാണ് മലേറിയ കോസ് ചെയ്ത്. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചോളന്നില്ല അല്ലേ. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ മലേറിയ തരാം, നോട്ട് എ വൈറൽ ഡിസീസ് എന്ന് പറഞ്ഞ് മലേറിയ തരാം. ഇങ്ങനെ പല രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലേറിയ കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോയാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. പ്രോട്ടോസോയാണ് പിന്നെ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഈ മലേറിയ പിന്നെ അത് സ്പ്രെഡ് ചെയ്യുന്നത് അതിൻ്റെ വെക്ടറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാരിയറായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് അല്ലേ. അപ്പോൾ ചില ആളുകളൊക്കെ മലേറിയ ഈസ് കോസ്ഡ് ബൈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ എന്നോ അങ്ങനെ പഠിച്ച ആൾക്കാരുണ്ടാവും അല്ലേ. അങ്ങനെ പഠിക്കരുത്. കാരണം മലേറിയ ഈസ് നോട്ട് കോസ്ഡ് ബൈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ, ഇറ്റ് ഇസ് സ്പ്രെഡ് ബൈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. അത് കാരിയർ ആണ്, ഇത് കോസേറ്റീവ് ഓർഗാനിസമാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ചിലപ്പോൾ ചോദ്യം അങ്ങനെ വന്നേക്കാം, മലേറിയ കോസൽ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ട് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ, പ്ലാസ്മോഡിയം, ബാക്ടീരിയ, വൈറസ് എന്നൊക്കെ വന്നിട്ട് തരാം. അപ്പോൾ നമ്മൾ നേരെ അനോഫിലസ് മൊസ്കിറ്റോ ഒന്ന് അങ്ങനെ പിന്നെ എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യരുത്. അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോയാണ്. ഈ പ്രോട്ടോസോവ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അത് ഈ പറഞ്ഞ മോസ്കിറ്റോ വഴിയാണ് അല്ലേ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് വളരെ സിമ്പിളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ് ബട്ട് ആബ്സെന്റ് ഇൻ ആനിമൽ സെൽസ്. പ്ലാന്റ് സെൽസിലുള്ള ആനിമൽ സെൽസിൽ ഇല്ലാത്തത് ഏതെന്നാണ്. സെൽ മെംബ്രെയിൻ പ്ലാന്റ്സിലും ആനിമൽസിലും ഉണ്ട്. മൈറ്റോകോൺട്രിയ രണ്ടിലും ഉണ്ട്, രണ്ടിനും എനർജി വേണ്ടേ. സെൽ വാൾ, യെസ്, സെൽ വാള് പ്ലാന്റ്സിൽ ഉണ്ട്, ആനിമൽസിൽ ഇല്ല. ന്യൂക്ലിയസ് രണ്ടിലും ഉണ്ട് അല്ലേ. അപ്പോൾ സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് പാർട്ട് ഓഫ് ദ സെൽ കണ്ടെയ്ൻസ് ദ ജെനറ്റിക് മെറ്റീരിയൽ. DNA ഉള്ളത് ഏത് ഭാഗത്താണ്? മൈറ്റോകോൺട്രിയയിലാണോ? നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ കേട്ടോ, ജെനറ്റിക് മെറ്റീരിയൽ ഉള്ളത് മൈറ്റോകോൺട്രിയയിലല്ല, അതേപോലെ തന്നെ റൈബോസോമിലല്ല, ന്യൂക്ലിയസിലാണ്, സൈറ്റോപ്ലാസ്റ്റിലല്ല. ഒബ്വിയസ്ലി ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ സെല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഇൻഫോർമേഷൻ അടങ്ങുന്ന ജെനറ്റിക് മെറ്റീരിയൽ ഉള്ളത് എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിയസിലാണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം പെർഫോം അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ അതായത് പിന്നെ ഈ ഓക്സിജൻ ആവശ്യമില്ലാത്ത റെസ്പിറേഷൻ ഉണ്ട് അല്ലേ, അത് പെർഫോം ചെയ്യുന്ന ആരാണ്? ഹ്യൂമൻസ് ആണോ? ബാക്കിയുള്ള ഹ്യൂമൻസ് ചില സമയത്ത് അനേറോബിക് ഉണ്ട്, പക്ഷെ പൊതുവെ ജനറലി എയറോബിക് ആണ് അല്ലേ. നമുക്കറിയാം ഫിഷ് അല്ല, ബേർഡ്സ് അല്ല, ഇറ്റ് ഈസ് ഈസ്റ്റ് അല്ലേ. ഈസ്റ്റിൽ നടക്കുന്ന അനേറോബിക് റെസ്പിറേഷനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പഠിക്കാറുണ്ട്. ഇതിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഹ്യൂമൻസിലും ചിലപ്പോഴൊക്കെ ഭയങ്കര മസിൽ സ്പ്രെയിനും മറ്റു കാര്യങ്ങളിലൊക്കെ നടക്കുമ്പോൾ ചില സമയത്ത് അനേറോബിക് വരാറില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ എന്താണെന്ന് ചോദിച്ചാൽ മോസ്റ്റ് കറക്റ്റ് ആൻസർ അതാണ്. ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല, അത് അനേറോബിക് ആയിട്ടേ റെസ്പിറേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഹ്യൂമൻസിലാവുമ്പം ബേസിക്കലി എയറോബിക് റെസ്പിറേഷൻ ആണ്, ഇടയ്ക്ക് പറ്റാത്ത സമയത്ത് മാത്രം അനേറോബിക് റെസ്പിറേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഓപ്ഷൻ എ എന്ന് പറയുന്ന ഓപ്ഷൻ വരില്ല, ഓപ്ഷൻ ബി മാത്രമേ വരുള്ളൂ. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് കറക്റ്റ് ആൻസർ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഈ ഭാഗത്തു നിന്നൊക്കെ ഒരു പക്ഷേ ചോദ്യങ്ങൾ വന്നേക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.